അൺഅക്കാഡമി കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യൂ. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജാഫർ സാദിഖ്, ഫാക്ട്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28 ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അൺഅക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മെമ്മറി കോഡ് എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിലെ 13ാമത്തെ ലെസണുമായിട്ടാണ് വന്നിട്ടുള്ളത്. PSC പരീക്ഷകളിൽ വളരെയധികം കോമൺ ആയിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയയാണ് വിറ്റാമിനുകൾ. അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയയാണ് വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. സ്ഥിരമായിട്ട് മത്സര പരീക്ഷകളെ PSC പരീക്ഷകളെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, വളരെയധികം ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഏരിയയാണ് വിറ്റാമിനുകൾ അല്ലെങ്കിൽ വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോയവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠിക്കുന്നത് മറന്നു പോകാനുള്ള ചാൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ഈ ഒരു ഫാക്റ്റുകൾ, വിറ്റാമിനുകളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണരുതേ. നിങ്ങൾക്ക് പഠിച്ചത് മറന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിലുള്ളവർക്ക് മാത്രം ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ്. ഒരിക്കലും നിങ്ങൾ പഠിച്ചതിനെ റീറൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് നിങ്ങൾ പഠിച്ചതൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ എന്താണ് ഈ കോഡുകളും ഈ കൺസെപ്റ്റുകളും ഉപയോഗപ്പെടും. ഇതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഉപയോഗപ്പെടും എന്നുള്ളത് തുടക്കത്തിലെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വിറ്റാമിനുകളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, വിറ്റാമിനുകൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പ്രധാനമായിട്ടും A, B, C, D, E, K ഇങ്ങനെയാണ് വിറ്റാമിനുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. A, B, C, D, E, K ഇത്രയും വിറ്റാമിനുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 2 കാറ്റഗറിയാണ് ഉള്ളത് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ, വിറ്റാമിനുകൾ പ്രധാനമായിട്ടും 2 കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഒന്നാമത്തത് ഫാറ്റ് സൊല്യൂബിൾ, കൊഴുപ്പിൽ ലയിക്കുന്നവ, അതുപോലെ തന്നെ വാട്ടർ സൊല്യൂബിൾ, ജലത്തിൽ ലയിക്കുന്നവ എന്ന് പറയുന്ന 2 രീതിയിലുള്ള വിറ്റാമിനുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫാറ്റ് സൊല്യൂബിൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അതൊന്ന് അറിഞ്ഞിരിക്കണം. അഡക് എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചാൽ മതി. അഡക്. ഓക്കെ, ADEK ആണ് അഡക് എന്നുള്ളതാണ് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിനുകളായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി വാട്ടർ സൊല്യൂബിൾ വിറ്റാമിനുകളായിട്ട് പ്രധാനമായിട്ടും 2 എണ്ണാണ് ഉള്ളത്, ബിയും സിയും. ഇനി ബിയിൽ തന്നെ B1, B2, B3 എന്നൊക്കെ പറയുന്ന എക്സ്ട്രാ കണ്ടന്റുകൾ ഉണ്ട്. അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. ജനറൽ PSCകളിൽ അത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതുവരെ PSC ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാത്തത്. പക്ഷെ എന്നിരുന്നാലും ഡിഗ്രി ലെവൽ എക്സാമുകളാണെങ്കിൽ നമ്മൾ ഓരോ വിറ്റാമിനുകളും, ഓരോ വിറ്റാമിനുകളുടെ ശാസ്ത്രീയ നാമം അടക്കം പഠിച്ചിരിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കൂടുതൽ ലെസണുകൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ തന്നെ ഉടൻ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ബിയും സിയും ആണ് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ്. ADEK അഡക് എന്നുള്ളതാണ് ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഇനീഷ്യലി ഒന്ന് ഓർത്തു വെക്കാം. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രോഗങ്ങളാണ്. ഓരോ വിറ്റാമിനുകളും ആ വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളുമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. ആദ്യം നമുക്ക് ആ പേരുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് എടുക്കുക. എന്നതിന് ശേഷം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ കോഡുകളിലേക്ക് പോകാം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്.
ഓക്കെ, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്നതാണ്. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. റെറ്റിന കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന രോഗമാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. B1 ആണ് സ്പെഷ്യലൈസ് ചെയ്ത് പറയേണ്ടത്. പക്ഷെ PSC ചോദിച്ചിട്ടുള്ളത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം എന്നുള്ളതാണ്. ബെറിബറി ആണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, ബെറിബറി ആണ് വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി വിറ്റാമിൻ സിയുടെ കുറവ് മൂലം നമുക്കറിയാം നാരങ്ങ, ഓറഞ്ച് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഓക്കെ, വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഇനി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ഇനി വിറ്റാമിൻ ഇയുടെ നമ്മൾ പഠിക്കുന്ന ശ്രദ്ധിക്കുക, ഓർഡറിലാണ് പോകുന്നത് കേട്ടോ. ABCDE. ഓക്കെ, ഇനി ഇയുടെ കുറവ് മൂലമുണ്ടാകുന്നതാണ് സ്റ്റെറിലിറ്റി. ഓക്കെ, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന രോഗമാണ് വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഹീമോഫീലിയ. ഓക്കെ, വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാനൊക്കെ സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ്. അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന വിറ്റാമിൻ കെയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. അപ്പൊ ഈ പേരുകളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലേക്ക് എടുക്കുക. എന്നിട്ടാണ് നമ്മൾ കോഡിലേക്ക് പോകുന്നത്. കോഡ് മാത്രം പഠിച്ചതുകൊണ്ട് ഒരു ഉപകാരവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ പേരുകൾ മനസ്സിൽ പതിഞ്ഞാൽ മാത്രമേ കോഡ് കേൾക്കുമ്പോൾ അത് ഇന്നതായിരുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലാണ് നമ്മൾ കോഡ് തയ്യാറാക്കുന്നതും. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പഠിക്കാത്തവരാണെങ്കിൽ, ആദ്യമായി ഇതിനെ അപ്രോച്ച് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടും. ഓൾറെഡി പഠിച്ചു വെച്ചവരാണെങ്കിൽ, ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെച്ചവരാണെങ്കിൽ അവർ ദയവ് ചെയ്ത് ഈ വീഡിയോയോ ഈ കോഡ് ഒന്നും കാണരുത്. പഠിച്ചത് ഒരിക്കലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് കോഡിലേക്ക് പോകാം. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നൈറ്റ് ബ്ലൈൻഡ്നെസ്, ബെറിബറി, സ്കർവി, റിക്കറ്റ്സ്, സ്റ്റെറിലിറ്റി, ഹീമോഫീലിയ. ഓർഡർ പഠിച്ചു വെക്കുക. ABCDEK എന്നുള്ളതാണ്. ഓക്കെ, ഇനി കോഡിലേക്ക് പോവുകയാണ്. കോഡ് ഒരു നോട്ടീസിന്റെ അവസാന ഭാഗമാണ് കോഡായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നോട്ടീസിന്റെ അവസാന ഭാഗത്ത് നമുക്കറിയാം NB എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കാറുണ്ട് അല്ലെ. NB ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കോട്ടാണ്. ഒരു നോട്ടീസിന്റെ അവസാന ഭാഗത്തുള്ള കൺസെപ്റ്റ് ആണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് വെക്കുക. NB, ബെറിബറി സ്കൂളിൽ, ബെറിബറി എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ഒരു ക്രിക്കറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ ബെറിബറി സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ, ബെറിബറി സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ സ്റ്റെമ്പും ഹെൽമറ്റും കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, ഒരു പുതിയ നിയമമാണ്, എവിടെയും കാണാത്തൊരു നിയമമാണ്. ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോൾ സ്റ്റെമ്പൊന്നും ആരും കൊണ്ടുപോകാറില്ല. പക്ഷെ ഇവിടെ ഒരു പുതിയ നിയമം വരികയാണ്. NB എന്ന് പറഞ്ഞിട്ട്, NB സ്പെഷ്യലി നോട്ട് ചെയ്യണം എന്നുള്ള രീതി പറയുകയാണ്. ബെറിബറി സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ സ്റ്റെമ്പും ഹെൽമറ്റും കൊണ്ടുവരണം. ഓക്കെ, ബെറിബറി സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ എന്തൊക്കെ കൊണ്ടുവരണം? സ്റ്റെമ്പും ഹെൽമറ്റും കൊണ്ടുവരണം. ഇനി നമുക്ക് ആ കോഡിലേക്ക് പോകാം. നമ്മൾ പഠിച്ച രോഗങ്ങളും ഈ കോഡും തമ്മിലുള്ള ഒരു കണക്ഷനിലേക്ക് പോകാം. NB എന്ന് പറയുന്നതാണ് ആദ്യത്തത് അല്ലെ. അവിടെ ഞാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ആദ്യത്തെ ആ ഓർഡർ തന്നെ നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ബെറിബറി സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ സ്റ്റെമ്പും ഹെൽമറ്റും കൊണ്ടുവരണം എന്നുള്ളതാണല്ലോ നമ്മളെ കോഡ്. NB ഫോർ എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, ബെറിബറി സ്കൂളിൽ അടുത്തത് എന്താണ്? നമ്മുടെ ടോപ്പിക് B ആണല്ലോ. ബെറിബറി, B ഫോർ ബെറിബറി. ഓക്കെ, ഇനി സ്കൂളിൽ എന്നുള്ളത് സ്കർവി എന്ന് ഓർക്കുക. സ്കൂൾ സ്കർവി ഓർക്കാൻ എളുപ്പമാണല്ലോ. ബെറിബറി സ്കൂളിൽ, ബെറിബറി B ആണ്. സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് സ്കർവി ആണ്. അതുകൊണ്ട് സ്കൂളിൽ എന്ന് കേൾക്കുമ്പോൾ സ്കർവി എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ക്രിക്കറ്റ് എന്താ കളിക്കാൻ വരുന്നത്? ഫുട്ബോൾ എന്നല്ല, ഏതാ? ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് റിക്കറ്റ്സ് ആണ്. ഓർക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഏതാണ്? റിക്കറ്റ്സ് ആണ്. ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവരിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ കൊണ്ടുവരേണ്ടതെന്നുള്ളത് പിന്നെ ഓർത്താൽ മതി. സ്റ്റെമ്പ്. ഓക്കെ, ഇനി നമ്മൾ ഓർഡർ പ്രകാരം എന്താണ്? ABCD. ഇവിടെ E ആണ്, D അല്ല, E ആണ്. ഇയുടെ കുറവ് മൂലം നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഏതായിരുന്നു? സ്റ്റെറിലിറ്റി ആണ് അല്ലെ. ഇയുടെ കുറവ് മൂലം ഉള്ളത് സ്റ്റെറിലിറ്റി ആണ്. ഇവിടെ സ്റ്റെമ്പ് എന്നുള്ളതിൽ നിന്ന് സ്റ്റെറിലിറ്റി എന്ന് ഓർത്തിരിക്കുക. ഇവിടെ എഴുതി പോയത് മാറിപ്പോയതാണ്. D അല്ല, E ആണ്. സ്റ്റെമ്പ് എന്നുള്ളതിൽ നിന്ന് സ്റ്റെറിലിറ്റി എന്ന് ഓർക്കുക. സ്റ്റെമ്പും ഹെൽമറ്റും. ഓക്കെ, ഹെൽമറ്റ് നമുക്കറിയാം. ഹെൽമറ്റ് ഹീമോഫീലിയ എന്ന് കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഹെൽമറ്റ് എന്ന് ഓർക്കുക. ഹീമോഫീലിയ ആണെങ്കിൽ, ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം ഹെൽമറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ കോഡുകൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. NB
നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് NB. ഓക്കെ, NB എന്ന് പറയുന്നത് ആദ്യത്തെയാണ്, വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. ബെറിബറി സ്കൂളിൽ, ബെറിബറി ഫോർ ബി, വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം. ക്രിക്കറ്റ്, ബെറിബറി സ്കൂളിൽ, സ്കൂളിൽ എന്ന് പറയുമ്പോൾ സിയുടെ കുറവ് മൂലം. ഏതാണ് സ്കൂളിൽ എന്ന് പറയുമ്പോൾ സ്കർവി. ഓക്കെ, സ്കൂളിൽ സ്കർവി ആണെന്ന് ഓർക്കുക. ക്രിക്കറ്റ് കളിക്കാൻ, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഓർക്കാൻ തന്നെ വളരെ എളുപ്പമാണ്. റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗമാണ്. കളിക്കാൻ വരുന്നവർ സ്റ്റെമ്പും ഹെൽമറ്റും കൊണ്ടുവരണം. ഓക്കെ, സ്റ്റെമ്പിൽ നിന്ന് സ്റ്റെറിലിറ്റിയും ഹെൽമറ്റിൽ നിന്ന് ഹീമോഫീലിയും കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓർഡർ പഠിച്ചു വെക്കുക, ABCDEK എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുന്നു. പ്രധാനമായിട്ടും PSC ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. B1, B2, B3, B6, B9, B12 ഇതിന്റെയൊക്കെ അപര്യാപ്തത മൂലമുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സയൻസ് റിലേറ്റ് ചെയ്ത് പഠിച്ചവരൊക്കെ അത് നോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ PSC അത്തരത്തിൽ ആഴ്ന്നിറങ്ങിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അപ്പൊ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു കോഡ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉപകാരപ്പെട്ടാൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപയോഗപ്പെടും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കോഡ് ഒന്നുകൂടി ഞാൻ പറയുകയാണ്, NB. പ്രധാനമായും നോട്ട് ചെയ്യുക, NB. ബെറിബറി സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ സ്റ്റെമ്പും ഹെൽമറ്റും കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, ഏതൊക്കെയാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്, ബെറിബറി, സ്കർവി, റിക്കറ്റ്സ്, സ്റ്റെറിലിറ്റി ആൻഡ് ഹീമോഫീലിയ. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ പ്രചോദനം ഉണ്ടെങ്കിൽ തുടർന്ന് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആരും തന്നെ അത് ഫോളോ ചെയ്യാതെ, എന്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാതെ പോകരുത്. ഈ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ കോഴ്സിൽ നിങ്ങൾ എൻറോൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു കോഴ്സിനും എന്റെ മറ്റുള്ള കോഴ്സുകളിലൊക്കെ എന്ത് ചെയ്യുക, നല്ലൊരു റേറ്റിംഗും റിവ്യൂവും നൽകുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആസിഫ് തുളുവത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈലിനെ നിലനിർത്തുന്നത്. അപ്പോൾ സപ്പോർട്ടുകൾ നൽകി വരുന്നുണ്ട്, തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ആത്മാർത്ഥമായ വിശ്വസ്തയോടെ തൽക്കാലം നിർത്തുന്നു. ബെറിബറി സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ സ്റ്റെമ്പും ഹെൽമറ്റും കൊണ്ടുവരണം. വളരെ വിചിത്രമായ ഒരു നിയമമാണ്. പക്ഷെ നമ്മൾ കോഡുകൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, ഇത്തരത്തിലുള്ള കഥകൾ നമ്മൾ പഠിച്ചേ മതിയാവുകയുള്ളൂ. അപ്പൊ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അടുത്ത ലെസണിൽ കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് കണ്ടുമുട്ടും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കിനി എന്ത് പഠിക്കണം? ഓരോ ജീവകത്തിന്റെയും ഓരോ വിറ്റാമിൻസിന്റെയും സയന്റിഫിക് നെയിമും കൂടി പഠിച്ചിരുന്നാൽ നന്നാവും. അത്തരത്തിലുള്ള കോഡുകളൊക്കെ നമ്മൾ ഉടൻ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സയൻസിൽ നിന്നുള്ള ഇതുപോലെ ഒരുപാട് കോളുകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.